ഹലോ എവരിവൺ, എല്ലാവർക്കും മേരി സ്ട്രീറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴവും ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിളാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കാം. ഓഫ് കോഴ്സ് അച്ചാറാകുമ്പോൾ 1-2 ദിവസം ഇരുന്നാൽ ടേസ്റ്റ് കൂടും, പക്ഷേ അപ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും നെയ്ച്ചോറൊക്കെ അല്ലെങ്കിൽ പുലാവൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിന് കൂടെ കഴിക്കാൻ അച്ചാറില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. ഇതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു 20 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം നമുക്കൊന്ന് കുരുവും ഞെട്ടൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാമേ. നിങ്ങൾക്കിത് ഈ അച്ചാർ ബീട്രൂട്ട് തന്നെ ഇട്ടിട്ടും ഉണ്ടാക്കാം. അന്നേരം ഇത്രയ്ക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് ആവിക്ക് വെച്ചിട്ട് എടുക്കുന്നത് ഞാൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞു. നമുക്കിനി ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗ്രേറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കത്തി കൊണ്ട് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്താൽ മതി. ഇനിയിപ്പോൾ ബീട്രൂട്ട് തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ മുറിച്ചിട്ട് ഒരു കടിക്കുന്ന പരുവത്തിന് വേവിച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും റെഡിയാണ്. ഇവിടെ ഏകദേശം 2 ബീട്രൂട്ടാണ് എടുത്തത്. മീഡിയം സൈസ് ഒരു 350 ഗ്രാം ബീട്രൂട്ടും 20 ഈന്തപ്പഴവും. അപ്പോൾ ഇതൊന്ന് ആവിക്ക് വയ്ക്കാം നമുക്ക്. എങ്ങനെ വേണേലും ഒരു ആവി പാത്രത്തിലോ ഇഡ്ഡലി തട്ടിലോ എങ്ങനെ വേണേലും ആവി കയറ്റിയാൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഈന്തപ്പഴം നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അത് വെന്ത് കാണും. നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തൊട്ട് നോക്കുക, അതിനൊരു മയം വന്നിട്ടുണ്ടോയെന്ന്, ആ ഒരു പച്ചപ്പ് മാറിയിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ. ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 4-5 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഒരു ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാമേ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തു. അത് 1-2 പൊട്ടി തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൊരിയുണ്ട്. ഏകദേശം ഈ ഒരു സമയം ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇത് മാറുമ്പോഴേക്കും ഞാൻ 2 മുളക് പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 2 ടീസ്പൂൺ, 2 ഹീപ്പ് ടീസ്പൂണാണ്, നല്ല നിറഞ്ഞിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതൊന്ന് വഴറ്റി അതിൻ്റെ മണമൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോഴാണ് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 4 പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാകും. അച്ചാറല്ലേ, കുറച്ച് എരിവൊക്കെ വേണമല്ലോ അല്ലേ? എന്നാലും മധുരം ഉള്ളതുകൊണ്ട് ഇത് കോമ്പൻസേറ്റ് ആയിട്ട് ഒരു നോർമൽ എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വിനീഗർ ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന 2 ബീട്രൂട്ടിനാണേലും ഈന്തപ്പഴത്തിനാണേലും പുളിയുള്ള സാധനമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു 3 ടേബിൾ സ്പൂണോളം വിനീഗർ ഞാനിപ്പോൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഒരുപാട് വറ്റിക്കണ്ട, ചെറുതായി ആ വെള്ളം ഒന്ന് വറ്റി എല്ലാം കൂടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ തന്നെ വേവിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കട്ടിയായിട്ടുണ്ട് ചാറൊക്കെ. ഈ സമയത്ത് നമ്മൾ ആവിക്ക് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഈന്തപ്പഴവും രണ്ടും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അത് രണ്ടും ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർക്കുകയാണ് നമ്മളിപ്പോൾ. ബീട്രൂട്ട് ഓൾറെഡി നല്ല വെന്തിട്ടുണ്ട്, ഈന്തപ്പഴം നന്നായി വെന്തിട്ടുണ്ട് പ്രസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് നന്നായിട്ട് ഈ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല കുഴമ്പ് പരുവത്തിന് വരിക ഈ അച്ചാർ. നിങ്ങൾ ബീട്രൂട്ട് തന്നെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഈന്തപ്പഴം ചേർത്തിട്ടുള്ളതിൽ നല്ല കുഴമ്പ് പരുവത്തിലെടുക്കണം. ഈ സമയത്ത് ഞാൻ 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് അതിനിടയിൽ. അപ്പോൾ ഒരു കട്ടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർക്കുക. ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നോക്കുക. കണ്ടില്ലേ? അപ്പോൾ ഏകദേശം കൺസിസ്റ്റൻസി ഓക്കെയാണ്. അതൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അച്ചാറിൻ്റെ. അപ്പോൾ കുറച്ച് പുളിയും ഉപ്പൊക്കെ കുറവായിട്ട് തോന്നിയ 1 ടേബിൾ സ്പൂൺ വിനീഗറും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്.
ആദ്യം നിങ്ങൾ ഉപ്പിട്ടിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് പുളി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ രണ്ടും കുറവുണ്ടായിരുന്നു. അപ്പം ഉപ്പും പുളിയും കുറവായിട്ട് തോന്നുമ്പോൾ ആദ്യം ഉപ്പിടുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പുളി വരും ഉപ്പ് ചേർക്കുമ്പോൾ. അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിനീഗർ ചേർത്താൽ മതി. ആദ്യം ഉപ്പിട്ടിട്ട് അത് കറക്റ്റ് ചെയ്യണേ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ ഇപ്പോൾ അച്ചാർ റെഡിയായി. നല്ല ചോറിൻ്റെയും പുലാവിൻ്റെയും അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. ബിരിയാണിയുടെ കൂടെ പോവും. ഈവൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു റൈത്തയും ഈ പിക്കിളും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ നല്ല എരിവും ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് നല്ല ചില്ലിൻ്റെ കുപ്പിയിൽ വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. കുപ്പി നന്നായിട്ടൊന്ന് വെയിലത്ത് ഉണക്കോ വെള്ളത്തിൽ തിളപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ കേടുകൂടാതെയൊക്കെ ഇരിക്കും. അധികം ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ബൈ, സീ യു ഫോർ നെക്സ്റ്റ് ടൈം. ബൈ.